ഹലോ എവരി വൺ, എൻ്റെ പേര് അനു ആൻ്റണി. ഞാൻ ടിജൂസ് അക്കാഡമിയിൽ ഓൺലൈനായിട്ട് OET കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. ടിജൂസ് അക്കാഡമീനെ പറ്റിയിട്ട് അറിയുന്നത് ഞാൻ ഗൂഗിളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റിയ അക്കാഡമി ഏതാണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ് ടിജൂസ് അക്കാഡമി. അങ്ങനെയാണ് ഞാൻ അതിൽ ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്തപ്പോൾ മുതൽ അവർ ഇൻസ്ട്രക്ഷൻസ് എനിക്ക് തരുന്നുണ്ടായിരുന്നു എങ്ങനെയാണിത് ചെയ്യേണ്ടത് എന്നുള്ളത്. ആദ്യം അവരെന്നോട് പറഞ്ഞു സാറിൻ്റെ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളും പിന്നെ മാമിൻ്റെ റൈറ്റിംഗ് സെഷൻസും എല്ലാം കണ്ടതിന് ശേഷം റീഡിങ്ങിനും ലിസണിങ്ങിനും 30 സ്കോർ ചെയ്തതിന് ശേഷം മാത്രം ഇൻഡിവിജ്വൽ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം തന്നെ ഞാൻ ആദ്യം ഗ്രാമർ ക്ലാസ്സുകളും ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളും മാമിൻ്റെ റൈറ്റിംഗ് ക്ലാസ്സുകളും എല്ലാം അറ്റൻഡ് ചെയ്തു. അത് ഏകദേശം തീരാനായപ്പോഴാണ് ഞാൻ ഇൻഡിവിജ്വൽ സെഷൻസ് തുടങ്ങിയത്. അതോടൊപ്പം തന്നെ എനിക്ക് 30 അബോവ് സ്കോറും കിട്ടുന്നുണ്ടായിരുന്നു ലിസണിങ് റീഡിങ്ങും. അപ്പോഴാണ് ഞാൻ തുടങ്ങിയത് ഇൻഡിവിജ്വൽ സെഷൻസ്. അപ്പോൾ രണ്ടുപേരും ഭയങ്കര നന്നായിട്ട് തന്നെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നു, ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്പീക്കിംഗ് ആയിരുന്നു എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മൊഡ്യൂൾ. അവരുടെ എൻകറേജ്മെൻറ്റ് കൊണ്ടുകൂടി തന്നെയാണ് ഞാൻ സ്പീക്കിങ്ങിന് എനിക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റിയത്. പിന്നെ റീഡിങ്ങിനും ലിസണിങ്ങിനും ആണെങ്കിലും തന്നിരിക്കുന്ന ഞാൻ 60 അവേഴ്സിൻ്റെ പാക്കേജായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 70 എബോവ് മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആയിരുന്നു പോർട്ടലിൽ. ആ മെറ്റീരിയൽസ് എല്ലാം തന്നെ ഞാൻ ചെയ്തു. അപ്പോൾ ഓരോ മെറ്റീരിയൽ ചെയ്യുമ്പോഴും നമ്മൾ ഓരോന്ന് പഠിക്കും, ഓരോരോ പുതിയ കാര്യങ്ങൾ പഠിക്കും, ഓരോ ആൻസർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പഠിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ ആൻസേഴ്സ് എല്ലാം ആദ്യമൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. പിന്നീട് ഞാൻ എൻ്റെ തന്നെ രീതികളിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കി. അങ്ങനെ എനിക്ക് സ്കോർ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാട്ടാണെങ്കിൽ ഏറ്റവും ടൈം ലിമിറ്റായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിരുന്നത്. 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ പാട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ നോക്കി. അപ്പോഴാണ് നമുക്ക് എക്സാം ഹാളിലിരിക്കുമ്പോൾ ഒരു 12 മിനിറ്റ്സിൻ്റെ ഉള്ളിലെങ്കിലും 30 മിനിറ്റ്സിൻ്റെ ഉള്ളിലെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതങ്ങനെ. പിന്നെ പാർട്ട് ബിയും പാർട്ട് സിയും എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം പാസേജ് വായിക്കും, പാരഗ്രാഫ് അല്ലെങ്കിൽ വായിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ക്വസ്റ്റ്യനും അതിൻ്റെ ഓപ്ഷൻസും നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി എനിക്ക് ഈസി ആയിട്ട് തോന്നി. പിന്നെ ലിസണിങ്ങിനാണെങ്കിൽ ഞാൻ ഒരുപാട് പോഡ്കാസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് പോഡ്കാസ്റ്റുകൾ കുറച്ചൊക്കെ കേൾക്കുമായിരുന്നു. പക്ഷേ എനിക്ക് അതിനേക്കാളൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് സ്റ്റോറീസ് ആയിരുന്നു, ഇംഗ്ലീഷ് സ്റ്റോറീസ്. യൂട്യൂബിൽ ഇംഗ്ലീഷ് സ്റ്റോറീസ് അവൈലബിൾ ആണ്. അപ്പം ആ സ്റ്റോറീസ് ആയിരുന്നു ഞാൻ ശ്രദ്ധിച്ചിരുന്നത്, കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ സ്പീഡ് കൂട്ടിയായിരുന്നു ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. ഇംഗ്ലീഷ് സ്റ്റോറീസ് വെറുതെ കേൾക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും, പക്ഷേ മാക്സിമം സ്പീഡിലോട്ട് ഇട്ടിട്ട് ഞാൻ കേട്ടുകൊണ്ടിരുന്നു. ആദ്യം കുറേശ്ശെ സ്പീഡ് കൂട്ടിക്കൊണ്ടുവന്നു. അതിന് ശേഷം നല്ലോണം മാക്സിമം സ്പീഡിലിട്ടിട്ട് കേൾക്കാൻ തുടങ്ങിയപ്പം ഒരുപാട് വ്യത്യാസം വന്നു. അതുപോലെ തന്നെ ലിസണിങ്ങിൻ്റെ മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ മെറ്റീരിയലുകൾ വെറുതെ ഇരിക്കുമ്പോൾ സ്പീഡ് കൂട്ടിയിട്ട് കേട്ടുകൊണ്ടിരുന്നു. ഇങ്ങനെയാണ് ലിസണിങ് ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നത്. പിന്നെ മാമിൻ്റെയും സാറിൻ്റെയും ക്ലാസ്സുകളെ പറ്റി പറയുകയാണെങ്കിൽ സാറിൻ്റെ ഗ്രാമർ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ക്ലാസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാത്തതുണ്ട്. ചെറിയ കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന്. അത് എനിക്ക് ഭയങ്കര എഫക്റ്റീവായിരുന്നു. അതുപോലെ തന്നെ മാമിൻ്റെ റൈറ്റിംഗ് ക്ലാസ്സുകളാണെങ്കിലും ഒരുപാട് നല്ലതായിരുന്നു. ഓരോ മെത്തേഡിൽ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഒക്കെ എഴുതുന്നത് എങ്ങനെയാണെന്ന് മാം വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് എങ്ങനെ എഴുതാം എന്നുള്ളത് നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നന്നായിട്ട് ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഓരോ വേർഡിൻ്റെയും യൂസേജ് ഒക്കെ ആണെങ്കിൽ പോലും നന്നായിട്ട് മാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഓവറോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ടിജൂസ് അക്കാഡമിയിൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എപ്പോഴൊക്കെ ഞാൻ എൻ്റെ എന്ത് ഡൗട്ട് ചോദിക്കാനാണെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എനിക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു മാമാണ്. കാരണം ഞാൻ ഒരുപാട് പുള്ളിക്കാരത്തിനെ വിളിച്ച് ഒരു കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നിന്നും ഉള്ള റെസ്പോൺസ് മാം ഏറ്റവും മാക്സിമം തന്നെ നല്ലോണം റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് മോക്ക് ടെസ്റ്റിനെ പറ്റിയിട്ടാണ്.
മോക്ക് ടെസ്റ്റുകൾ പിന്നെ 60 hours പാക്കേജ് ആയതുകൊണ്ട് എനിക്ക് 5 മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ 5 മോക്ക് ടെസ്റ്റും ചെയ്തു. ചില കുട്ടികളെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഡീമോട്ടിവേറ്റഡ് ആയി പോകുന്നു. പക്ഷേ ഓരോ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കും. അവരുടെ കറക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അതിനൊരു ഡീമോട്ടിവേറ്റഡ് ആയിട്ട് കാണാതെ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നിടത്തോളം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് OET പാസ്സാകാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ദൈവത്തോട്, പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട്. എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് കഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ എൻ്റെ മക്കൾ, പിന്നെ സാറിനോടും മാമിനോടും ടിജൂസ് അക്കാഡമിയിലെ ഓരോ സ്റ്റാഫ്സിനോടും പിന്നെ എൻ്റെ ഇൻഡിവിജ്വൽ ടീച്ചേഴ്സിനോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഓൾ.